കാരണം 7 ദിവസത്തിലേറെയായി 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഒരാൾ നിരാഹാരം കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പിൻവാതിൽ നേടാനല്ല. ഏതെങ്കിലും ഒരു ബന്ധു അവരുടെ അധികാര കസേരയിൽ ഇരിക്കുന്നില്ല. ഈ തെരുവിൽ കിടക്കുന്നവരെ വിളിച്ചിട്ട് മാന്യമായി നിങ്ങളുടെ സമരം ന്യായമാണ്, ഈ സമരത്തിനോട് എനിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊരു ഭരണാധികാരിയുടെ മിനിമം ബാധ്യതയാണ്. യുവജന സംഘടനകൾ എന്നതിന് ചാർത്തി കൊടുക്കുന്ന പട്ടമാണ് പലരും ഇന്ന് മാറി നിൽക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ സമരത്തോട് ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്നത് ചുവടുപ്പിക്കാൻ സാധിക്കില്ല. യുവമോർച്ചയുടെ ഈ സമരം നാളെയും തുടരും, മറ്റന്നാളും തുടരും, എല്ലാ സ്ഥലങ്ങളിലും തുടരും. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കകത്തും നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 28ാം ദിവസം പിന്തുടരുകയാണ്. എന്തായാലും ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേരാണ് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുവമോർച്ച നേതാക്കളടക്കം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ പ്രതിഷേധവുമായി, അതായത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് സർക്കാരിനെതിരെ നിലവിലിപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്, അതായത് ജില്ലാ കേന്ദ്രങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം വലിയ രീതിയിൽ ഇപ്പോൾ ആളിക്കത്തിയിരിക്കുന്നത്. ആ പോലീസിൻ്റെ ഷീൽഡ് അടക്കം ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ പിടിച്ച് വാങ്ങിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. അല്ല, ഇത് ഒരു കാര്യം ഞാൻ തിരുത്താൻ ശ്രമിക്കുകയാണ്. ഇത് 28 ദിവസത്തെ സമരമല്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഈ സമരത്തിലായിരുന്നു. ആ സമരത്തിൽ ഒരു തീരുമാനവും അവർക്ക് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇതിൽ പലരും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന നിലയിലാണ് വോട്ട് ചെയ്തത്. ഇതിൽ പലരും ഞങ്ങളോട് പറയാറുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ എന്താണോ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയത് അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴൊരു സമരങ്ങളെക്കുറിച്ച് പണ്ട് അദ്ദേഹം പറയുമായിരുന്നു, സമരങ്ങളോട് ഇപ്പോഴും ഒരു അനുഭാവപൂർണ്ണമായ തീരുമാനമെടുക്കണം, സമരം ചെയ്യുന്നവർ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ്, അവരെ കാണാൻ തയ്യാറാകണം തുടങ്ങിയ വാക്കുകൾ അദ്ദേഹത്തിൻ്റെതാണ്, എൻ്റേതല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ആ കസേരയിൽ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും ഈ ഒരു സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുമോ?
കാരണം 7 ദിവസത്തിലേറെയായി 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഒരാൾ നിരാഹാരം കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാട് പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞു, പഠിച്ചു, എല്ലാ ക്വാളിഫിക്കേഷൻ നേടാൻ പറഞ്ഞു, നേടി, PSC എക്സാം എഴുതാൻ പറഞ്ഞു, എഴുതി, PSCയുടെ തന്നെ അന്വേഷണത്തിൻ്റെ പേരിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. പിൻവാതിൽ നേടാനല്ല, ഏതെങ്കിലും ഒരു ബന്ധു അവരുടെ അധികാര കസേരയിൽ ഇരിക്കുന്നില്ല, അവർക്ക് നീതി കിട്ടാൻ ഇതൊക്കെ മാത്രമാണ് അർഹമായൊരിടമുള്ളത്. ആ ഇടത്തെ മുഴുവൻ അഴിമതിയിൽ മുക്കി അതിനെല്ലാം നശിപ്പിച്ച് ഈ കോലമാക്കിയിട്ട് ഈ തെരുവിൽ കിടക്കുന്നവരെ വിളിച്ചിട്ട് മാന്യമായി നിങ്ങളുടെ സമരം ന്യായമാണ്, ഈ സമരത്തിനോട് എനിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊരു ഭരണാധികാരിയുടെ മിനിമം ബാധ്യതയാണ്. ആ മിനിമം ബാധ്യത പോലും കിട്ടേണ്ട ഒരു ബേസിക് നീഡ് പോലും അവർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിൻ്റെ രൂപം മാറ്റാൻ രീതിയിലായതുകൊണ്ടാണ് ഈ സമരം മാറും. ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ നിരാഹാരം കിടക്കുന്നവർ അടിമകളെപ്പോലെ ആരും നോക്കാനില്ലാത്തൊരു തലത്തല്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ നാടിന് എല്ലാ സമരങ്ങളുടെയും പാരമ്പര്യമുണ്ട്. ഇവരെ തിരിഞ്ഞു നോക്കാത്ത യുവജന സംഘടനകളോട് അങ്ങേയറ്റ പുച്ഛമാണ് യുവാക്കൾക്ക് കാണിക്കാനുള്ളത്. കാരണം എന്നാൽ അധികാരത്തിൻ്റെ കൊടി പിടിച്ച് നടക്കുന്നവരുടെ അടിമകളായി ജീവിക്കേണ്ടവരാണ് കേരളത്തിലെ യുവജന സംഘടനകൾ എന്നതിന് ചാർത്തി കൊടുക്കുന്ന പട്ടമാണ് പലരും ഇന്ന് മാറി നിൽക്കുന്നത്. ഈ സമരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് എങ്ങനെയാണ് യുവജന സംഘടനയുടെ പോരാട്ടം നടക്കാൻ സാധിക്കുക? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ഇവിടുത്തെ മന്ത്രിയാണ്. ഒന്ന് പോയി മുഖ്യമന്ത്രിയോട് പറയണ്ടേ? അവരെ പോയി ഒന്ന് കാണണമെന്ന് എന്തേ പറയാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ ഇതെല്ലാം ഇവരുടെ എല്ലാം നാടകമാണ്. യുവജനങ്ങളോട് നിൽക്കുക എന്നുള്ളതല്ല, അവരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ തീരുമാനമെടുക്കുക എന്നുള്ളതല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്കാർ മിണ്ടില്ല. കാരണം അവരുടെ ഭാര്യമാരെയും അവരുടെ ബന്ധുക്കളെയും ഈ പിൻവാതിൽ നിയമനങ്ങളുടെ അകത്ത് കയറ്റാൻ കൂട്ടുനിന്നതാണ് ഈ PSCയും ESC ഉദ്യോഗസ്ഥരും. അവർ മിണ്ടില്ല. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രത്യേകതയാണ്, അവർ തയ്യാറായിരിക്കുകയാണ് അടുത്ത ഈ സ്ഥാനങ്ങളിലൂടെ പലരെയും കയറ്റുന്നതിന് വേണ്ടി, പല സ്ഥാനങ്ങൾ നേടുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച യുവജന സംഘടനകൾ സമൂഹത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് നഗ്നമായി നിൽക്കുകയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി കസേരയിലിരുന്നു കൊണ്ട് ഈ സമരത്തോടൊരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്നത് വച്ചുപൊറിപ്പിക്കാൻ സാധിക്കില്ല. യുവമോർച്ചയുടെ ഈ സമരം നാളെയും തുടരും, മറ്റന്നാളും തുടരും, എല്ലാ സ്ഥലങ്ങളിലും തുടരും. വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കകത്തും ഞങ്ങൾ ഈ സമരം തുടരുമെന്നാണ് പറയുന്നത്. ഇവരെ കാണണം, വിളിക്കണം, ഇവരോട് ചർച്ച നടത്തണം. പിന്നെ കേന്ദ്രത്തിൽ കോക്രോച്ച് സമരങ്ങളെല്ലാം തന്നെ, വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. സമാനമായ രീതിയിൽ BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ ഒരു PSC ഉദ്യോഗാർത്ഥികളെ മുന്നിൽ നിർത്തി BJP ഇത്തരത്തിൽ കോക്രോച്ച് മോഡൽ ഒരു സമരം നടത്തുവാനുള്ള ഒരു നീക്കം നടത്തുന്നെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് പരക്കുന്നുണ്ട്. അല്ല, സ്പോൺസേഡ് സമരങ്ങൾ ചെയ്തു ശീലമുള്ളവർക്ക് അതിനോട് ചിലപ്പോൾ അത്തരം നിലപാടുകൾ എപ്പോഴും ഉണ്ടാകും. അവരുടെ സമര രീതി അതായതുകൊണ്ടാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളതാണോ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആവശ്യം? ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണോ ഈ സമരവുമായി ഉയർന്നു വന്നിട്ടുള്ള ആവശ്യം? ഈ സമരവുമായി ഇപ്പോൾ ഞങ്ങൾ ഈ സമരം നടത്തിയിട്ട് ആവശ്യപ്പെട്ടത് എന്താണ്? ഇവരെ ഒന്ന് കേൾക്കണമെന്നാണ്, ഇവരെ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അത് ന്യായമായ ഒരു ആവശ്യമാണ്. ഞങ്ങൾക്ക് സമരം മാറ്റാനും ഉയർത്താനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ. ഞങ്ങളുടെ രീതി അതല്ല, ശൈലി അതല്ല. ഇവരെ കേൾക്കണമെന്നുള്ളതാണ് ആവശ്യം. അത് ചെയ്യാൻ എന്തു മടി? അത് പറയാൻ എന്തു മടി? നിരാഹാരം 8 ദിവസമായി കിടക്കുന്ന ആ പാവങ്ങളെ അപമാനിക്കുന്നത് തുല്യമല്ലേ ഇത്തരം വാചകങ്ങൾ ഇറക്കുന്നത്? ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നിട്ട് സമരം നടത്തുന്നതാണോ? ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ ഒരു കൂട്ടത്തെ വിളിച്ചു വരുത്തിയിട്ട് സമരം നടത്തുന്നതാണോ? ഈ സമരം അവരുടെ ആവശ്യങ്ങൾ കൊണ്ട്, ആ വയറരിയുന്നത് കൊണ്ട് അവർ നടത്തുന്ന സമരമാണ്. അത്രമാത്രം ത്യാഗം ഈ കാര്യങ്ങൾക്ക് അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നടത്തിയ സമരമാണ്. ഈ സമരം എങ്ങനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും, കുറേ തവണ കണ്ണടച്ചല്ലോ, ആക്ഷേപിക്കാൻ ശ്രമിച്ചല്ലോ, ആരും തിരിഞ്ഞു നോക്കാതിരുന്നല്ലോ. ഇവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വന്ന ഡോക്ടർമാരെ ഉൾപ്പെടെ അവർ ആട്ടി ഓടിച്ചല്ലോ. യുവമോർച്ച ഇടപെടും. നിങ്ങൾ ശരിയാക്ക്. യുവമോർച്ചയ്ക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശരിയാക്കാത്തത് കൊണ്ടാണ്, ഗവൺമെൻറ് കാണാത്തത് കൊണ്ടാണ്, അവർ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരുടെ കണ്ണായി യുവമോർച്ച മാറുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ അവരെല്ലാവരും തന്നെ നിലവിലിപ്പോൾ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നിരവധി പേർ ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വാചകമാണ്, അതായത് കേന്ദ്രത്തിനെതിരെ കോക്രോച്ചുകൾ സമരം ചെയ്തു, അതിന് പിന്തുണയുമായി ഇവിടുത്തെ കോൺഗ്രസും നമ്മുടെ മുഖ്യമന്ത്രിയും അതുകൂടാതെ CPM-ഉം എല്ലാവരും തന്നെ രംഗത്ത് അന്ന് ഡൽഹിയിൽ എത്തിയിരുന്നു. അതിനെതിരെയുള്ള പ്രതികാരം എന്നോണം നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളെ മുൻനിർത്തി BJP പ്രവർത്തകർ നടത്തുകയാണ്, ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുകയാണ് എന്നുള്ള വാചകങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടിയാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് നിലവിലിപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാലും സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള കാഴ്ച ഇതാണ്, അതായത് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഇന്ന് നിരാഹാരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. വലർമതിയാണ് ഈ സമര നേതാവ്. വലർമതി ഇന്ന് 8ാം ദിവസം നിരാഹാരത്തിൽ കിടക്കുകയാണ്. ആരോഗ്യസ്ഥിതി വളരെ മോശമായ സാഹചര്യമാണുള്ളത്. ഇനിയെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഗുരുതരമായ
പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.